നമസ്കാരം. ഞാൻ ഡോക്ടർ റിയ സെബാസ്റ്റ്യൻ, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. ജനുവരി 30 വേൾഡ് ലെപ്രസി ഡേ, ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നു. പുരാതന കാലം മുതൽ ഭീതിയുടെയും ഒറ്റപ്പെടലിൻ്റെയും പര്യായമായി കണ്ടിരുന്ന രോഗമാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസി. എന്താണ് ലെപ്രസി? മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് ഈ രോഗം. ഇത് പ്രധാനമായും ചർമ്മത്തെയും പുറമേയുള്ള നാഡീവ്യൂഹത്തെയുമാണ് ബാധിക്കുന്നത്. കുഷ്ഠരോഗം എങ്ങനെ പകരുന്നു? രോഗിയുടെ ഉച്ഛ്വാസവായുവിലൂടെയാണ് പ്രധാനമായും രോഗം പകരുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ തന്നെയും നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള ഒരാൾക്ക് രോഗം വരണമെന്നില്ല. അല്ലാത്തവർക്ക് ശരാശരി 2 മുതൽ 5 ചിലപ്പോൾ അതിൽ കൂടുതലോ വർഷങ്ങൾക്ക് ശേഷമാവാം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങൾ? ചർമ്മത്തിൽ ഇളം വെളുപ്പു നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ഉള്ള സ്പർശനശേഷി കുറഞ്ഞ പാടുകൾ, ചർമ്മത്തിലെ തടിപ്പുകൾ, കയ്യിലും കാലിലും കഴുത്തിലുമുള്ള നാഡികളുടെ വീക്കം, കൈകാലുകളിൽ മരവിപ്പ്, ബലക്ഷയം, ഉണങ്ങാത്ത വ്രണങ്ങൾ, ഇവയെല്ലാം രോഗലക്ഷണങ്ങളാവാം. ക്രമേണ രോഗം ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. എങ്ങനെയാണ് രോഗനിർണയം? ലക്ഷണങ്ങളുള്ളവർ ഒരു ചർമ്മരോഗ വിദഗ്ധനെ സമീപിച്ചാൽ പരിശോധനയിലൂടെ രോഗം മനസ്സിലാക്കാം. രോഗം സ്ഥിരീകരിക്കാനായി സ്ലിറ്റ് സ്കിൻ സ്മിയർ, ബയോപ്സി തുടങ്ങിയ പരിശോധനകൾ ആവശ്യമാണ്. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നീ പരിശോധനകളും സഹായകമാകാം. കുഷ്ഠരോഗത്തിന് ചികിത്സയുണ്ടോ? തുടക്കത്തിലേ കണ്ടെത്തിയാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് കുഷ്ഠരോഗം. ചികിത്സ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗിയിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് 6 മാസം മുതൽ 1 വർഷം വരെയാണ് മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടത്. ഓർക്കുക, ഇന്നും ഈ രോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ചർമ്മരോഗ വിദഗ്ധനെ സമീപിക്കുക. ഏറ്റവും പെട്ടെന്ന് രോഗനിർണയം നടത്തി ശരിയായ ചികിത്സ മുടങ്ങാതെ സ്വീകരിക്കുന്ന രോഗിക്ക് മറ്റേതൊരാളെയും പോലെ സാധാരണ ജീവിതം സാധ്യമാണ്.